ഒരു പുരാതന രഹസ്യം. അത് ഹിറ്റ്ലർ കണ്ടെത്തിയിരുന്നെങ്കിൽ ലോകം ഇന്നു കാണുന്ന രീതിയിൽ ആയിരിക്കുമായിരുന്നോ? ഹിമാലയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ശംബാല എന്ന നിഗൂഢ നഗരത്തിലെ അമാനുഷിക ശക്തിക്കായി ഹിറ്റ്ലർ നടത്തിയ ഭ്രാന്തൻ യാത്രയുടെ കഥയാണിത്. അയാൾക്ക് അത് ലഭിച്ചിരുന്നെങ്കിൽ ലോകം കണ്ടതിൽ വച്ച് ഏറ്റവും ക്രൂരനായ ഏകാധിപതി, ലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണക്കാരനായ ഭീകരൻ അഡോൾഫ് ഹിറ്റ്ലർ. നിങ്ങൾക്കറിയാവുന്നതുപോലെ അദ്ദേഹത്തിന്റെ കൈവശം ലോകം കണ്ടതിൽ വച്ച് ഏറ്റവും മാരകമായ ആയുധങ്ങളുണ്ടായിരുന്നു. എന്നാൽ ആയുധങ്ങൾ കൊണ്ട് നേടാൻ കഴിയാത്ത ഒരു അമാനുഷിക ശക്തിയെ തേടി അദ്ദേഹം അലഞ്ഞു. ആ ശക്തിയെക്കുറിച്ച് ചില പുരാതന താളിയോലകളിൽ മാത്രമേ വിവരങ്ങളുണ്ടായിരുന്നുള്ളൂ. ഒരുപക്ഷെ ആ രഹസ്യം കണ്ടെത്തിയിരുന്നെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ചരിത്രം തന്നെ മറ്റൊന്നായേനെ. എന്തായിരുന്നു ആ നിഗൂഢ ശക്തി? ഹിമാലയൻ മലനിരകളിലെ ശംബാല എന്ന രഹസ്യലോഹം തേടിയുള്ള ഹിറ്റ്ലറുടെ യാത്രയുടെ കഥയാണിത്. എന്താണ് ശംബാല? ശംബാല എന്ന വാക്കിനർത്ഥം സമാധാനത്തിന്റെ ഇടം എന്നാണ്. ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ, പ്രത്യേകിച്ചും കാലചക്രതന്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു രഹസ്യ നഗരമാണിത്. ടിബറ്റിന്റെയും ഹിമാലയത്തിന്റെയും ഉയർന്ന മലനിരകളിൽ എവിടെയോ ഈ നഗരം ഒളിഞ്ഞിരിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. പുരാതന ആര്യൻ വംശത്തിന്റെ ഉദ്ഭവം ഈ സ്ഥലത്തു നിന്നാണെന്നും ഇവിടത്തെ രാജാക്കന്മാരാണ് ലോകത്തിലെ സമാധാനം സംരക്ഷിക്കുന്നതെന്നും കഥകളുണ്ട്. ശംബാലയിൽ എത്തുന്നവർക്ക് അറിവും ആയുരാരോഗ്യവും അമാനുഷിക ശക്തികളും ലഭിക്കുമത്രേ. എന്നാൽ സാധാരണക്കാർക്ക് ഈ നഗരത്തിലേക്ക് എത്താൻ കഴിയില്ല. മനസ്സിന്റെ ശുദ്ധിയിലൂടെ മാത്രമേ അങ്ങോട്ടുള്ള വഴി തുറക്കുകയുള്ളൂ എന്ന് സന്യാസിമാർ വിശ്വസിച്ചു. ഹിറ്റ്ലറുടെ അന്ധവിശ്വാസങ്ങളും അന്വേഷണങ്ങളും. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നതിന് വളരെ മുൻപേ തന്നെ ഹിറ്റ്ലറും നാസി പാർട്ടിയും പുരാതന രഹസ്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയിരുന്നു. ആര്യൻ വംശമാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ വംശമെന്ന് അവർ വിശ്വസിച്ചു. ഈ വംശത്തിന്റെ ഉദ്ഭവം ടിബറ്റിൽ നിന്നാണെന്നും അവിടെ നിന്ന് ലഭിച്ച അറിവുകളും ശക്തികളുമാണ് തങ്ങളെ രോഗം ഭരിക്കാൻ സഹായിക്കുക എന്നും അവർ ഉറച്ചു വിശ്വസിച്ചു. നാസികളുടെ കൊടിയിലെ സ്വസ്തിക ചിഹ്നം പോലും അവർ ടിബറ്റിൽ നിന്ന് കടമെടുത്ത ഒരു പുരാതന ചിഹ്നമായിരുന്നു. ടിബറ്റിൽ നിന്ന് അതിശക്തമായ ആയുധങ്ങളും അമാനുഷിക ശേഷിയുള്ള മനുഷ്യരെയും കണ്ടെത്താൻ കഴിയുമെന്ന് അവർ ചിന്തിച്ചു. ഇതിനായി ഹിറ്റ്ലർ തലേ സൊസൈറ്റി പോലുള്ള രഹസ്യ സംഘടനകൾ രൂപീകരിച്ചു. ഈ രഹസ്യങ്ങളുടെ കേന്ദ്രം ശംബാലയാണെന്ന് അവർ വിശ്വസിച്ചു. അതോടെയാണ് ശംബാലയെ തേടിയുള്ള നാസികളുടെ യാത്ര ആരംഭിക്കുന്നത്. ഏണസ്റ്റ് ഷഫറിന്റെ രഹസ്യ ദൗത്യം. 1938 ഹിറ്റ്ലർ ഒരു പ്രത്യേക ദൗത്യ സംഘത്തെ ടിബറ്റിലേക്ക് അയച്ചു. ജർമ്മൻ സുവോളജിസ്റ്റായ ഏണസ്റ്റ് ഷഫർ ആയിരുന്നു ഈ സംഘത്തിന്റെ തലവൻ. ഔദ്യോഗികമായി ഇതൊരു ശാസ്ത്രീയ ദൗത്യമായിരുന്നു. എന്നാൽ ഇതിനു പിന്നിൽ ഒരു രഹസ്യ ലക്ഷ്യമുണ്ടായിരുന്നു. അത് പുരാതന ആര്യൻ വംശത്തിന്റെ പിൻഗാമികളെ കണ്ടെത്തുക എന്നതായിരുന്നു. ഈ ദൗത്യസംഘം ടിബറ്റിൽ ഗ്രാമങ്ങളിലെ മനുഷ്യരുടെ ശരീരങ്ങൾ പഠിച്ചു. തലയുടെ ആകൃതിയും അളവുകളും ഉൾപ്പെടെയുള്ള ശാരീരിക പ്രത്യേകതകൾ അവർ രേഖപ്പെടുത്തി. പുരാതന ടിബറ്റൻ പുസ്തകങ്ങളും അവർ ശേഖരിച്ചു. ബുദ്ധമത സന്യാസിമാരുമായി സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചു. അവർക്ക് ശംബാലയെക്കുറിച്ചുള്ള സൂചനകൾ നൽകാൻ സന്യാസിമാർക്ക് കഴിയുമെന്ന് അവർ കരുതി. പക്ഷേ ഈ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു. ദൗത്യം അവസാനിപ്പിച്ച് സംഘം മടങ്ങേണ്ടി വന്നു. അങ്ങനെ ശംബാലയൊരു മിഥ്യയായി അവശേഷിച്ചു. ഒരു യാത്രയുടെ ദുരൂഹതകൾ അവസാനിക്കുന്നില്ല. ഏണസ്റ്റ് ഷാഫർ നയിച്ച സംഘം ശംബാല കണ്ടെത്തിയില്ലായിരിക്കാം. പക്ഷേ അവർ ടിബറ്റിൽ നിന്ന് ഒരുപാട് രഹസ്യങ്ങൾ ശേഖരിച്ചു. ഈ ശേഖരങ്ങൾ ഉപയോഗിച്ച് ഹിറ്റ്ലർ എന്താണ് ചെയ്തത് എന്നതിനെക്കുറിച്ച് ഇന്നും വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ല. ശംബാലയെ തേടിയുള്ള യാത്ര ഹിറ്റ്ലറുടെ അന്ധവിശ്വാസങ്ങളുടെയും ഭ്രാന്തൻ ചിന്തകളുടെയും ഉദാഹരണമാണോ? അതോ ശംബാലയെക്കുറിച്ചുള്ള ചില സൂചനകൾ അവർക്ക് ലഭിച്ചിരുന്നോ? ഇതിനെക്കുറിച്ച് ഇന്നും ലോകത്ത് പല സംശയങ്ങളും നിലനിൽക്കുന്നു. ശക്തമായ ഒരു ആയുധത്തേക്കാൾ വലുതാണ് ശക്തിയുള്ള രഹസ്യങ്ങൾ എന്ന് ഹിറ്റ്ലർ വിശ്വസിച്ചു. ആ വിശ്വാസം അദ്ദേഹത്തെ ചരിത്രത്തിലെ ഏറ്റവും നിഗൂഢമായ ഒരു യാത്രയിലേക്ക് നയിച്ചു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ശംബാല എന്നൊരു രഹസ്യനഗരം ഇന്നും നിലനിൽക്കുന്നുണ്ടെന്ന്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.